വലിയ എന്താ വായിക്കുന്നേ? കൊച്ചളിയ, ഞാൻ ന്യൂസ് വായിക്കാ. നിനക്ക് വായിക്കാനൊക്കെ അറിയോ? നീ എത്ര വരെയാ പഠിച്ചത്? ദാ ഇവിടം വരെ. വലിയ പോപ്പട്ട് ചോദിച്ചതേ നീ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നാ. ക്ലാസിഫൈഡ്സ് രാവിലെ വായിച്ചായിരുന്നു. നോക്കിയേ ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന്. കൊച്ചളിയ, എനിക്ക് വായിക്കാൻ അറിയാന്നേ. ആ അറിയാലോ. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? തന്നെ വായിച്ചാ പോരെ? കഴുതേ, ഞാൻ ചോദിച്ചതല്ല പറഞ്ഞതാണ്. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. അതിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എന്തുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്തുകൂടാ? അടിച്ചു പൊളിച്ചു തിമിർത്തു. പക്ഷേ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സൂപ്പർ സ്റ്റോറിയുടെ കൂടെ ആവശ്യമില്ലേ? സംശയമുണ്ടോ? എന്റെ കയ്യില് ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. പ്രേം നഗറിൽ ഒരു പയ്യനുണ്ട്, പേര് പിങ്കു. അവൻ ഒരിക്കൽ രാജകുമാരി പിങ്കിയെ കാണുന്നു. പിങ്കു രാജകുമാരിയെ ദുഷ്ടനായ അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല കൊച്ചളിയ. കൊച്ചളിയൻ എങ്ങനെയുണ്ട്? എടാ കഴുതേ, ഞാൻ സ്റ്റോറിയെ കുറിച്ചാ ചോദിച്ചത്. അതെങ്ങനെ ഉണ്ടെന്നാ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് ഹീറോയിനെ വേണ്ടേ? സംശയമുണ്ടോ? ഹീറോ ഞാനാവാം, പിന്നെ നമ്മുടെ കിറ്റിയെ ഹീറോയിനിയാക്കാം. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാമറാമാൻ. സംശയമുണ്ടോ? പക്ഷേ കിറ്റിക്ക് ഹീറോയിനി ആകാനായിട്ട് സമ്മതിക്കുമോ? വരൂ നമുക്ക് ചോദിക്കാം. ഹായ് കിറ്റി. ബൈ ബണി. നീ എങ്ങോട്ടാ പോകുന്ന കിറ്റി? ഞങ്ങളൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നു. നിനക്ക് മറ്റുള്ളവരെ വിഡ്ഢിയാക്കാനേ കഴിയൂ, അല്ലാതെ ഫിലിം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മര്യാദക്ക് സ്ഥലം വിടാൻ നോക്ക. ബണ്ണി, സണ്ണി കടക് സിംഗിന്റെ ക്യാരക്ടറിന് കറക്റ്റ് ആയിരിക്കും. ഏത് ഫിലിമിന്റെ കാര്യമായി പറയുന്നേ? ബണ്ണി ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നിന്നെ ഹീറോയിൻ ആക്കാൻ അവന്റെ തീരുമാനം. ഹീറോയിനോ? ഞാനോ? അതെ കിറ്റി, നീ തന്നെയായിരിക്കും ഇതിലെ ഹീറോയിൻ. എടാ കിറ്റിയെ നീ നിന്റെ ഹീറോയിനിയാക്കൂല്ലേ? എന്റെ അല്ല, എന്റെ ഫിലിമിലെ ഹീറോയിനിയാ. ഇല്ല കൊച്ചളിയ, കൊച്ചളിയ നേരത്തെ പറഞ്ഞത് കിറ്റി തന്നെ ആയിരിക്കും കൊച്ചളിയന്റെ ഹീറോയിൻ എന്നല്ലേ? വലിയ ഹീറോ വേഷം എനിക്കല്ല, സണ്ണിക്കാണ് ചേരുന്നത്. എന്താ ഒരു ബോഡി, നല്ല ഹൈറ്റും ഉണ്ട്. ആഹാ എന്താ ഫൈറ്റ്. എന്റെ ഫിലിമിന്റെ ഹീറോ സണ്ണി തന്നെയായിരിക്കും. നീ എന്തായി പറയുന്നത് ബണ്ണി? ഇവനെ ഹീറോ അല്ല വില്ലനാണ് ആക്കേണ്ടിയിരുന്നത്. ആ അവൻ വില്ലൻ ആവില്ല, ഹീറോ ഞാൻ തന്നെയായിരിക്കും. പക്ഷെ അത് നമുക്കേ അറിയൂ, അവൻ അറിയില്ല. ഓ എന്തു പറ്റി സണ്ണി? അല്ല നീ എന്തിനാ കരയുന്നേ? കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ ഹീറോ ആകാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ ആരും ഇത് മനസ്സിലാക്കിയില്ല. ഇനി അങ്ങോട്ട് എന്റെ സ്വപ്നം സാധ്യമാകും. സണ്ണിയുടെ സ്വപ്നവും പൂർത്തിയാകും, അതിന്റെ കൂടെ ഞങ്ങളുടെ ഈ ഫിലിമും. സംശയമുണ്ടോ? എന്നാൽ നമ്മൾ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. പോപ്പട്ട്, നീ റെഡിയല്ലേ? റോബോട്ട് എപ്പോഴേ റെഡി. ആക്ഷൻ പറയുന്നതിന് മുമ്പേ റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. സംശയമുണ്ടോ? വലിയ നീ സ്റ്റോർ റൂമിൽ പോ. എന്നിട്ട് നോക്ക്, എന്തെങ്കിലും പെയിന്റിങ്ങോ റൂം അലങ്കരിക്കാൻ പറ്റി എന്തെങ്കിലും കിട്ടുമോ നോക്ക്. ശരി കൊച്ചളിയ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബണ്ണി? നീ പോയിട്ട് കിറ്റിയെ മേക്കപ്പ് ചെയ്. സമയമില്ല. ആരാ എന്നെ മേക്കപ്പ് ചെയ്യുന്നത്? കിറ്റി, ഞാൻ നിനക്ക് മേക്കപ്പ് ചെയ്യും. ഏതൊക്കെ തരത്തിലുള്ള വിഗാ നിന്റെ കയ്യിലുള്ളത്? ഇതെങ്ങനെയുണ്ട്? ഇത് നന്നായിട്ടുണ്ട്. ബണ്ണിക്ക് വളരെ സന്തോഷാവും. അതിരിക്കട്ടെ, ഇത് പറയൂ സോർദാർ, മേക്കപ്പിന് വേണ്ടി ഫേസിൽ എന്താ പുരട്ടാൻ പോകുന്നത്? എന്നെ കുറച്ചുകൂടി സുന്ദരിയാക്കൂ സോർദാർ. ഓഹോ, കിറ്റി നീ മിണ്ടാതിരുന്നല്ലേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല ഞാൻ ബണ്ണിയുടെ സിനിമയിൽ ഹീറോയിൻ ആവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞേ. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശന്നുകൊണ്ട് ഒരിക്കലും ആക്ട് ചെയ്യാൻ പറ്റില്ല. വിഷമിക്കണ്ട, ഞാൻ പോയി കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം. ദാ ഈ ഡ്രസ് ഒന്ന് ഇട്ടോണ്ട് വരൂ. ഇതെങ്ങനെയാണ് ഞാൻ ഇട്ടോണ്ട് വരിക? ഈ ഡ്രസ് മിസ് കാട്കറിന്റെ ആണല്ലോ. ശരിക്കുമുള്ള കലാകാരൻ ഒരിക്കലും ഡയറക്ടറെ ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്താൽ അയാൾ ഒരു നല്ല കലാകാരനാവില്ല. അതെയോ? ശരി, എന്നാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏ? അതെ കൊച്ചളിയ, നമ്മളെന്താ കോമഡി ഫിലിമാണോ ചെയ്യുന്നത്?
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. സണ്ണി, നീ ഒരു രാജാവാണെന്നുള്ളത് മറന്നു പോവുകയാണ്. മാത്രവുമല്ല ക്യാരക്ടറായി നിൽക്കണം. പറഞ്ഞ ശരിയാണ്. എന്തോടെ ഇത്? അയ്യോ കിറ്റി. സോർദാർ, നീ ബാക്കിയെല്ലാം തയ്യാറാക്ക്. ഞാൻ കിറ്റിയെ തിരിച്ചു വിളിച്ചോണ്ട് വരാം. ശരി ബണ്ണി, പക്ഷെ അവൾ ആഹാരം കഴിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. നീ അധികം ചിരിക്കണ്ട ഹണി, എല്ലാം ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. കടക് സിംഗിന്റെ കൊമ്പൻ മീശ കണ്ടാലോ വമ്പൻ മീശ, കൊമ്പനെന്നും വമ്പ് കാട്ടും കടക് സിംഗിന്റെ മുന്നിലല്ലോ. കടക് സിംഗിന്റെ കൊമ്പൻ മീശ കണ്ടോണ്ടിരുന്നു ചെമ്പൻ മീശ. ഡയലോഗ് തെറ്റാണ്. പക്ഷെ ഈ തടിമാടനെ ആക്ടറെ ആര് പറഞ്ഞു മനസ്സിലാക്കും? കൊള്ളാം, നല്ല ഡയലോഗാണ്. സംശയമുണ്ടോ? ഞാൻ റെഡിയാണ്. ഹീറോയിനി എവിടെ? ഞാൻ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഹീറോയിൻ റോൾ ചെയ്യുന്നത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. എവിടെയാ കൊളായത്? ഇപ്രാവശ്യം എന്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തോളാം. പോപ്പട്ടെ, ക്യാമറ റെഡിയാണോ? ഈ പോപ്പട്ട് എപ്പോഴേ റെഡി. ആക്ഷൻ പറയുന്നതിന് മുമ്പേ റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. സംശയമുണ്ടോ? സെറ്റ് റെഡിയാണോ? ആ അതെ കൊച്ചളിയ, റെഡിയാണ്. സണ്ണി, ചെല്ല്. നീ ആ സിംഹാസനത്തിൽ പോയി ഇരിക്ക്. പോപ്പട്ടെ, ഞാൻ ഇവിടുന്ന് വന്നിട്ട് നേരെ രാജകുമാരിയുടെ റൂമിലേക്ക് പോകും. റെഡി? റെഡി. ഹണി, ആ, ഈ ലൈറ്റിന് എന്ത് പറ്റി? വേഗം ലൈറ്റ് ഓൺ ചെയ്യ്. എനിക്ക് ലൈറ്റ് ഇല്ലാതെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ലൈറ്റ് നന്നാക്കാൻ ശ്രമിക്കുകയാണ്. നീയും ലൈറ്റ് ഇല്ലാത്ത മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്ക്. ഓൾ ഈസ് വെൽ. പോപ്പട്ട്, ക്യാമറ റോളിംഗ്. ആക്ഷൻ. രാജകുമാരി പിങ്കി, ഇനി നിനക്ക് കടസിംഗിന്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. രാജകുമാരി, നീ വന്നോ? നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്ത് പറ്റി? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വല്ല ഭൂതമാണ്. നോക്കിക്കോ. നമുക്ക് ആദ്യം രാജാവിന്റെ സീൻ ഷൂട്ട് ചെയ്താലോ? കാരണം കിറ്റിക്ക് ഇനിയും സമയം വേണം. ആ മേക്കപ്പ് ഒക്കെ ശരിയാക്കണ്ടേ? ഖടക് സിംഗ്, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ തോൽപ്പിക്കാം, പക്ഷെ പേടിപ്പിക്കാനാവുകയില്ല. മനസ്സിലായോ? അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കടക് സിംഗിന്റെ കൊമ്പൻ മീശ വമ്പൻ മീശ കൊമ്പൻ മീശ പോണേ. എന്നെ തള്ളിയിട്ടിട്ടിരുന്ന് ചിരിക്കുന്നോ? നീ ഹീറോയാണ്. നീ ഡയറക്ടർ തല്ലാൻ പാടില്ല. പക്ഷെ ബണ്ണി എനിക്ക് തല്ലല്ലോ. നിന്നെ ഞാൻ കൂട്ടുകാരെ, നമുക്ക് പുതിയൊരു വില്ലനെ അന്വേഷിക്കണം. നമ്മുടെ ഹീറോയിനി എവിടെ? കിറ്റി, നീ എന്താ മേക്കപ്പ് ചെയ്തില്ലേ? ഇല്ല, എനിക്ക് നിന്റെ ഈ വൃത്തികെട്ട ഫിലിമിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മുടെ ഫിലിം തുടങ്ങുന്നതിന് മുമ്പേ പൊളിഞ്ഞു പോയല്ലോ. സംശയമുണ്ടോ? ബണ്ണി, നമ്മളിപ്പോ എന്താ ചെയ്യുക? പോപ്പട്ടെ, നീ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അതെ ബണ്ണി, എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു. പോപ്പട്ട് എത്രത്തോളം റെഡിയാണെന്ന് ചോദിച്ചാൽ ആക്ഷൻ പറയുന്നതിന് മുമ്പേ റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞു. സംശയമുണ്ടോ? ഐഡിയ. ഇനി കാണാൻ കളി. അവാർഡ് നമുക്ക് തന്നെ കിട്ടും.
കൊച്ചളിയ നമ്മൾ ഏത് ഫിലിം കാണാനാ ഇവിടെ വന്നിരിക്കുന്നേ? എടാ ഇതൊരു ഫിലിം തിയേറ്റർ ഒന്നുമല്ല, ഫിലിം അവാർഡ് ഫംഗ്ഷൻ ആണ്. പക്ഷേ നമ്മൾ ഫിലിം നിർമ്മിച്ചിട്ടേ ഇല്ലല്ലോ. സംശയമുണ്ടോ? നിന്റെ സംശയം ഇപ്പൊ തന്നെ മാറിക്കോളും. ഈ ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് മിസ്റ്റർ ബണ്ണിയും അദ്ദേഹത്തിന്റെ ടീമുമാണ്. അല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? വരൂ, നമ്മളെല്ലാവരും ഒന്നിച്ച് ബണ്ണിയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഫിലിം കാണാം. അതിന്റെ പേരാണ് നമ്മളെല്ലാവരും ഭൂതമാണ്. അതെ, ഇത് നമ്മുടെ ഫിലിമിന്റെ സീൻ അല്ലല്ലോ. നീ വന്നോ? നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നിന്നെ ഞാൻ അടിച്ചു പൊളിച്ചു തിമിർത്തു. ബണ്ണി, നീ ശരിക്കും തകർത്തു കളഞ്ഞു. തകർത്തത് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും തകർത്തു. ഈ പ്രൈസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ.